സ്വാഗതം DRSലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മൾക്ക് കാത്തിരുന്ന് നമ്മുടെ IPL മത്സരങ്ങൾ തുടങ്ങാൻ പോവുകയാണ്. ഇന്ന് നമ്മുടെ കൊൽക്കത്തയും അതുപോലെ തന്നെ ബാംഗ്ലൂരും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും കൂടെ തമ്മിലുള്ള ആദ്യത്തെ മത്സരം. റോയൽ ചലഞ്ചേഴ്സ് നമുക്കറിയാം RCB ആണെങ്കിൽ 18ാമത്തെ സീസണാണിത്. ഈ 18 വർഷം ഒരു കപ്പ് അവർക്ക് നേടാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയിൽ ടീമൊക്കെ നല്ല രീതിയിൽ തന്നെ അഴിച്ചു പണിതുകൊണ്ട് തന്നെ ഒരു കപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിൽ അവർ എത്തിയിരിക്കുകയാണ് ഈ സീസണിൽ. അപ്പൊ അങ്ങനെ ആദ്യത്തെ മത്സരം ഈഡൻ ഗാർഡൻസിലാണ്, കൊൽക്കത്തയിലാണ് നടക്കുന്നത്. കൊൽക്കത്തയുടെ ഹോം ഗ്രൗണ്ടിലാണ് വെച്ച് നടക്കുന്നത്. അവിടെ ആദ്യത്തെ മത്സരം RCBക്ക് ജയിക്കാൻ കഴിയുമോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. പിച്ച് റിപ്പോർട്ടും പിന്നെ നമ്മളുടെ ഒരു പ്ലേയിങ് 11ഉം അതുപോലെ തന്നെ ഈ പറയുന്ന വിന്നിംഗ് പ്രഡിക്ഷനും അതുപോലെ തന്നെ ബെസ്റ്റ് പെർഫോമർ ആരാണെന്നുള്ളതും ഒക്കെ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നതാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് എന്തായാലും സമയം കളയാതെ അതിലോട്ട് പോവാം. അപ്പൊ എന്തായാലും എല്ലാവർക്കും ഈ പറയുന്ന ഒരു IPL ആശംസകൾ നിങ്ങൾ നേരുകയാണ്. അപ്പം അത് പറഞ്ഞ അർത്ഥം ശരിയാണെന്ന് അറിയത്തില്ല, എന്നാലും IPL ആശംസകൾ. ഓക്കെ, അപ്പം കാരണം IPL വരികയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ക്രിക്കറ്റ് ആരാധകർക്കൊക്കെയും വളരെ ഈ പറഞ്ഞ സന്തോഷമുള്ള സമയമാണ്. കാരണം വളരെ ക്രിക്കറ്റിനെ സ്നേഹിക്കുന്നവർ ഈ പറഞ്ഞ വർക്ക് കഴിഞ്ഞിട്ടും അല്ലെങ്കിൽ പഠിത്തം കഴിഞ്ഞിട്ടും അല്ലെങ്കിൽ പല തിരക്കുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവർ വീട്ടിലോട്ട് വരുമ്പോഴത്തേനും ഈ IPL മത്സരങ്ങളുള്ളത് ശരിക്കും അവരുടെ ഒരു മെന്റൽ റിലീഫ് മീൻസ് പ്രഷർ റിലീഫ് ചെയ്യാനായിട്ടുള്ളൊരു സാധ്യതകളാണ് അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെയാണത്. അപ്പം അല്ലാണ്ട് തന്നെ മറ്റുള്ളവർക്കൊക്കെ ഒരുപാട് ചോയ്സ് ഉണ്ടെങ്കിലും ക്രിക്കറ്റിനെ സ്നേഹിക്കുന്നവർക്ക് ക്രിക്കറ്റ് കളി കാണുന്നത് പോലെ വേറൊരു ഈ പറയുന്ന ഒരു പ്രഷർ റിലീഫ് ആയിട്ടുള്ള ഒരു കാര്യം വേറെ ഇല്ലെന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ കാര്യത്തിലോട്ട് കിടക്കാം. ആദ്യം നമ്മൾ നോക്കുന്നത് പിച്ച് റിപ്പോർട്ടാണ്. പിച്ച് റിപ്പോർട്ട് അവിടെ മഴയ്ക്ക് സാധ്യതയുണ്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കും. അതിന് നമുക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ അവിടുത്തെ കപ്പാസിറ്റിയാണ്. മീൻസ് സീറ്റിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 68,000 ആണ്. 68,000 അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ തന്നെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന കപ്പാസിറ്റിയിൽ നിൽക്കുന്ന ഒരു സ്റ്റേഡിയം തന്നെയാണ് ഈഡൻ ഗാർഡൻസ്. അതുപോലെ തന്നെ ഇവിടെ മൊത്തത്തിൽ 93 മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്. IPL മത്സരങ്ങളാണ് പറയുന്നത്. അതിൽ 38 എണ്ണം ഫസ്റ്റ് ബാറ്റ് ചെയ്തവർ ജയിക്കുകയും 55 എണ്ണം സെക്കൻഡ് ബാറ്റിംഗ് ചേസ് ചെയ്തവർ ജയിക്കുകയും ചെയ്തു. അപ്പം ടോസ് ഒരു പക്ഷേ ഒരു നിർണായക ഘടകം എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. കാരണം സെക്കൻഡ് ബാറ്റിംഗ് ചൂസ് ചെയ്താൽ കുറച്ചുകൂടെ വിജയിക്കാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് ഇതിനകത്ത് നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എനിവേ അതൊന്നും വലിയ സംഭവമൊന്നും അല്ല, പക്ഷേ നല്ലൊരു കളിച്ചാൽ തീർച്ചയായിട്ടും ജയിക്കാമെങ്കിലും നല്ല ഒരു ഡിഫറൻസ് ഉണ്ട്. 38ഉം 55 സെക്കൻഡ് ബാറ്റിംഗ് ആണ് ജയിച്ചത്. അപ്പം അതുകൊണ്ട് തന്നെ സെക്കൻഡ് ബാറ്റിംഗ് ചൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്ന് നമുക്ക് തോന്നുന്നു. പിച്ച് റിപ്പോർട്ടിലോട്ട് വരുമ്പോഴത്തേനും ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു പിച്ച് തന്നെയാണ് ഇവിടെ. അതുപോലെ തന്നെ ഈ പറയുന്ന നല്ല ക്ലിയർ ബൗൺസ് ആണ്, അതല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു ബൗൺസ് ആണ്. അതിനകത്ത് വലിയ കൃത്രിമമൊന്നുമില്ല. അതായത് ഒരു ബൗൺസ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ മീൻസ് ചില ബൗൺസുകളൊക്കെ നമ്മൾ ചിലപ്പം ഉദ്ദേശിക്കുന്ന അത്രയും പൊങ്ങത്തില്ല, ചിലപ്പം അതിനേക്കാൾ ബൗൺസ് ചെയ്യും. പക്ഷെ ഇത് കൃത്യമായിരിക്കും, കാര്യങ്ങളെല്ലാം സെറ്റാണ്. അപ്പം അങ്ങനെയുള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെ സ്ട്രോക്ക് പ്ലേയേഴ്സിന് വളരെയധികം ഗുണം ചെയ്യുന്നൊരു പിച്ച് തന്നെയാണ്. പ്രത്യേകിച്ച് പറഞ്ഞാൽ ബാറ്റിംഗ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു പിച്ച് തന്നെയാണ് ഈഡൻ ഗാർഡൻസിലേത്. അപ്പൊ ഇവിടെ നടന്ന അവസാന മത്സരം കൊൽക്കത്തയും മുംബൈ ഇന്ത്യൻസും തമ്മിലാണ്. IPL മത്സരമാണ് പറയുന്നത്. കഴിഞ്ഞ സീസണിൽ മുംബൈയും ലാസ്റ്റ് മത്സരമാണ്. അപ്പോൾ അവിടെ മഴ വന്നതുകൊണ്ട് തന്നെ 16 ഓവറായിട്ട് ചുരുക്കിയപ്പം കൊൽക്കത്ത ബാറ്റിംഗ് ഫസ്റ്റ് ആണ് ചെയ്തത്. 157 റൺസ് അവർ അടിച്ചുകൂട്ടി. മുംബൈക്ക് അത്രത്തോളം എത്താൻ കഴിഞ്ഞിട്ടില്ല. 139 റൺസ് എടുക്കാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ ഫസ്റ്റ് ബാറ്റ് ചെയ്തിട്ടുള്ള ഈ പറയുന്ന പോലെ കൊൽക്കത്തയാണ് ജയിച്ചത്. അപ്പൊ പക്ഷെ അതുപോലെ കണ്ടീഷൻ അത് അവിടെ മാറി. മഴ വന്നത് കൊണ്ട് തന്നെ കണ്ടീഷൻസ് ഒക്കെ കുറച്ച് വ്യത്യാസം ഉണ്ടായി. അപ്പൊ അതുകൊണ്ട് തന്നെ അതിങ്ങനെ മാറിയും തിരിഞ്ഞൊക്കെ ഇരിക്കും. നല്ല കൃത്യമായിട്ട് തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്താൽ അവർക്ക് വിജയം ഉണ്ടാകും. പിന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ നോക്കുന്ന ഒരു കാര്യം ഇവിടെ എത്ര മത്സരങ്ങൾ കൊൽക്കത്ത ജയിച്ചു എന്നുള്ളതാണ്. കൊൽക്കത്തയുടെ ഹോം ഗ്രൗണ്ട് ആണ്. 88 മത്സരങ്ങൾ ഇവിടെ കളിച്ചതിൽ 52 എണ്ണം കൊൽക്കത്ത ജയിച്ചു. അപ്പൊ ശരിക്കും ഒരു ഹോം ഗ്രൗണ്ട് അഡ്വാൻറ്റേജ് തീർച്ചയായിട്ടും എന്താ പറയുന്നത് റിസൾട്ടിൽ കൊണ്ടുവരുന്ന ഒരു ടീം തന്നെയാണ് കൊൽക്കത്ത. അപ്പം RCB ചെറുതായിട്ടൊന്ന് ആ ഒരു രീതിയിൽ നമ്മൾ പേടിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. അപ്പം അതാണ് നമ്മൾ ആദ്യം നോക്കുന്നത് പിച്ച് റിപ്പോർട്ട്. ഇനി മഴയുടെ സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴയ്ക്ക് അത്യാവശ്യം നല്ല സാധ്യതയുണ്ട് എന്ന് തന്നെ പറയേണ്ടി ഇരിക്കുന്നു. 27 ഡിഗ്രി സെൽഷ്യസിലാണ് മഴയുടെ ഈ പറയുന്ന പോലെ സാധ്യത കാണിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് തന്നെയാണ് പറയുന്നത്. എന്തായാലും നമുക്ക് കണ്ടറിയാം മഴ പെയ്യുമോ ഇല്ലയോ. ആദ്യത്തെ കളി തന്നെ രസംകൊല്ലി മഴ രസംകൊല്ലിയായിട്ട് എത്തുമോ എന്നുള്ളത് നമുക്ക് എന്തായാലും കണ്ടറിയാം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്
ഒരു പ്ലേയിങ് 11 എന്തായിരിക്കും എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്ക് കൊൽക്കത്തയുടെ ഒരു പ്ലേയിങ് 11 വളരെ പെട്ടെന്ന് തന്നെ നോക്കാം. കൊൽക്കത്ത ഒരു പ്ലേയിങ് 11 എൻ്റെ ഒരു ഐഡിയയിൽ ക്വിന്റൺ ഡീകോക്കും സുനിൽ നാരായണനും കൂടെ ഓപ്പൺ ചെയ്യും. അതിനുശേഷം അജിങ്ക്യ രഹാനെ, അതിനുശേഷം വെങ്കടേഷ് അയ്യർ, അതിനുശേഷം റിങ്കു സിംഗ്, അതിനുശേഷം ആൻഡ്രെ റസൽ, രമൺദീപ് സിംഗ്, ഹർഷത് റാണ, ആൻഡ്രിച്ച് നോർക്കെ, വൈഭവ് അറോറ, അതുപോലെ തന്നെ വരുൺ ചക്രവർത്തി. ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് രഘുവൻഷി ഉണ്ടാകും. ഇതാണ് കൊൽക്കത്തയുടെ ഒരു പ്ലേയിങ് 11. അത്യാവശ്യം ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു പ്ലേയിങ് 11 തന്നെയാണ് ഇവർക്ക് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ഇവരുടെ സ്ക്വാഡിൽ നിന്നും അത്യാവശ്യം നല്ല ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു പ്ലേയിങ് 11 ഇതാണ് എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. തീർച്ചയായിട്ടും അത് തന്നെ ആയിരിക്കാം ഒരു പക്ഷെ. ഏറെക്കുറെ 90% ഈ ഒരു പ്ലേയിങ് 11 തന്നെ ആയിരിക്കും. ബാംഗ്ലൂരിന്റെ പ്ലേയിങ് 11 നോക്കുമ്പോൾ പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഫിൽ സാൾട്ട്, വിരാട് കോഹ്ലി ഓപ്പണിങ്ങും, അതുപോലെ തന്നെ വൺ ഡൗൺ ആയിട്ട് രജിത് പട്ടിദാർ, ക്യാപ്റ്റൻ രജിത് പട്ടിദാർ വൺ ഡൗൺ ആയിട്ട് ഇറങ്ങുകയും, കൃണാൽ പാണ്ഡ്യ, അതുപോലെ തന്നെ ജിതേഷ് ശർമ്മ, ലിവിങ്സ്റ്റൺ, ടിം ഡേവിഡ്, സ്വപ്നിൽ സിംഗ്, ഭുവനേശ്വർ കുമാർ, അതുപോലെ തന്നെ യാഷ് ദയാൽ, ജോസ് ഹേസൽവുഡ്, പിന്നെ ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് സുയ ശർമ്മയും ഉണ്ടാവും. അപ്പം ഒരു കുഴപ്പമില്ലാത്തൊരു പ്ലേയിങ് 11 തന്നെയാണ് ബാംഗ്ലൂരിനുള്ളത്. ഒരു കട്ടി എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലേ, ഒരു തണ്ടിക്ക് തണ്ടി എന്നൊക്കെ നമുക്ക് പറയുന്ന രീതിയിൽ ഉള്ളൊരു 2 ടീമുകൾ തന്നെയാണ് ഈ നേർക്ക് നേർ ഈ പറയുന്ന പോലെ മത്സരിക്കാൻ പോകുന്നത്. അപ്പൊ ഇനി നമ്മൾ ഓരോ ടീമിൽ നിന്നും ബെസ്റ്റ് പെർഫോമറെ നോക്കാൻ പോകണം. അത് ബാറ്റിങ്ങിലും ബോളിങ്ങിലും നമ്മൾ നോക്കാൻ പോവാണ്. ഓരോ ടീമിലെയും ഒരു ബാറ്ററെയും ഒരു ബോളറിനെയും നമ്മൾ സെലക്ട് ചെയ്യാൻ പോവുകയാണ്. ഇതൊരു പ്രഡിക്ഷൻ ആണ് കേട്ടോ. ഞാൻ കരുതുന്ന ഈ റീസെന്റ് ആയിട്ടുള്ള ഫോം ഒക്കെ വെച്ചിട്ട് ഞാൻ കരുതപ്പെടുന്ന ഒരു ബെസ്റ്റ് പെർഫോമറിനെയാണ് ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങൾക്കത് യോജിക്കാതിരിക്കാം. തീർച്ചയായിട്ടും ബാംഗ്ലൂരിൽ തീർച്ചയായിട്ടും വിരാട് കോഹ്ലി ബാറ്റിങ്ങിൽ ഒരു നല്ലൊരു പ്രകടനം കാഴ്ചവെക്കും എന്ന് തന്നെയാണ് പറയാനുള്ളത്. കാരണം വിരാട് കോഹ്ലി കുറച്ചുകൂടെ ഈ പറയുന്ന പോലെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ബാറ്ററാണ്. അതുകൊണ്ട് തന്നെ വിരാട് കോഹ്ലിയുടെ ഭാഗത്തു നിന്ന് ഒരു നല്ല ഇന്നിങ്സ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ അവരുടെ ബോളിങ്ങിൽ ഞാൻ തീർച്ചയായിട്ടും ജോഷ് ഹേസൽവുഡിനെ തന്നെ സെലക്ട് ചെയ്യും എന്ന് തോന്നുന്നു. കാരണം കുറച്ചുകൂടെ എക്കോണമി കീപ്പ് ചെയ്ത് എറിയും, അതുപോലെ തന്നെ വിക്കറ്റ് ടേക്കർ ആയിട്ടുള്ള ഒരു ബോളറാണ് ജോഷ് ഹേസൽവുഡ്. അപ്പൊ എന്തായാലും ആദ്യത്തെ മത്സരത്തിനൊക്കെ ശേഷം നമ്മൾ അതനുസരിച്ചിട്ടായിരിക്കും പിന്നീടുള്ള നമ്മുടെ ഈ പറയുന്ന ബെസ്റ്റ് പെർഫോമർ എന്നൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ ഈ കൊൽക്കത്തയുടെ കാര്യത്തിലോട്ട് വരുമ്പോഴത്തേനും അതിനകത്ത് നമുക്കൊരു ബെസ്റ്റ് പെർഫോമറിനെ കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം വളരെ ടഫായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. എങ്കിലും നമുക്ക് കണ്ടുപിടിക്കാം. ഞാൻ തീർച്ചയായിട്ടും വെങ്കടേഷ് അയ്യറിനെ പറയും ബെസ്റ്റ് പെർഫോമറായിട്ട്. എനിക്ക് തോന്നുന്നു വെങ്കടേഷ് അയ്യർ നല്ലപോലെ തന്നെ ഈ ഒരു ഇവിടെ കളിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഏകദേശം, കാരണം ലാസ്റ്റ് മത്സരത്തിലും വെങ്കടേഷ് അയ്യറിന്റെ ഒരു പെർഫോമൻസ് വളരെ ഉണ്ടായിരുന്നു. കാരണം മഴയൊക്കെ വന്ന സാഹചര്യത്തിലും, അതായത് കൊൽക്കത്തയിൽ നടന്ന ലാസ്റ്റ് മത്സരം, മുംബൈയിൽ നടന്ന ലാസ്റ്റ് മത്സരത്തിൽ വെങ്കടേഷ് അയ്യറിന്റെ ഒരു മികച്ചൊരു പ്രകടനം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വെങ്കടേഷ് അയ്യറിനെയാണ് തീർച്ചയായിട്ടും, കാരണം അത്തരത്തിലുള്ള ഒരു സിറ്റുവേഷനിൽ പോലും നല്ല രീതിയിൽ ബാറ്റ് ചെയ്യാൻ വെങ്കടേഷ് അയ്യറിന് പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വെങ്കടേഷ് അയ്യറിനെയാണ് ഞാൻ ബെസ്റ്റ് പെർഫോമറായിട്ട് ബാറ്ററായിട്ട് കൊൽക്കത്തയുടെ സൈഡിൽ നിന്ന് എടുക്കുന്നത്. ബോളിംഗ് തീർച്ചയായിട്ടും വരുൺ ചക്രവർത്തിക്ക് നമ്മളൊരു സാധ്യത നമ്മൾ കൊടുക്കുകയാണ്. കാരണം ചാമ്പ്യൻസ് ട്രോഫിയിലൊക്കെ ബ്രില്യൻ്റ് ആയിട്ട് തന്നെ പന്തറിഞ്ഞാണ് വരുൺ ചക്രവർത്തി. അപ്പോൾ വരുൺ ചക്രവർത്തിയും ഞാൻ സെലക്ട് ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഈ വിന്നിങ് പ്രഡിക്ഷൻ എന്ന് പറയുമ്പോൾ ഞാൻ തീർച്ചയായിട്ടും കൊൽക്കത്ത ജയിക്കും തന്നെ പറയും. RCB ഫാൻസിനൊക്കെ ചിലപ്പം ഇതുണ്ടാകും, പോരായ്മ, എന്നാലും ഞാൻ സ്ട്രോങ്ലി വിശ്വസിക്കുന്നു RCB തോൽക്കും എന്നുള്ള കാര്യം. കാരണം പ്രത്യേകിച്ച് പറയാൻ 2-3 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ RCBയുടെ ഈ പറയുന്ന ലെഫ്റ്റ് ഹാൻഡ് ബാറ്റർ അവർക്കില്ല, അല്ലെങ്കിൽ കുറവാണ് എന്നുള്ളതാണ്. ഇപ്പൊ ഇതിനകത്ത് തന്നെ ഞാൻ അത് അനുസരിച്ചിട്ടാണ് ഒരു പ്ലേയിങ്ങിൽ നമ്മളോട് കൊടുത്തിരിക്കുന്നത്. ഇപ്പം കൃണാൽ പാണ്ഡ്യ നമ്മൾ 4ാമത് ഇറക്കേണ്ട കാരണം ഇവർക്ക് റൈറ്റ് ഹാൻഡ് ബാറ്റേഴ്സ് ആണ് കൂടുതലുള്ളത് അല്ലേ. ഫിൽ സാൾട്ട്, വിരാട് കോഹ്ലി, രജിത് പട്ടിദാർ, ജിതേഷ് ശർമ്മ, ലിവിങ്സ്റ്റൺ, ടിം ഡേവിഡ്, സ്വപ്നിൽ സിംഗ്, ഇവരൊക്കെയും ഈ പറയുന്ന പോലെ റൈറ്റ് ഹാൻഡ് ബാറ്റേഴ്സ് ആണ്. അപ്പം അതിൻ്റെ ഇടയിൽ ഈ പറയുന്ന പോലെ അല്ലെങ്കിൽ ഒരു സാധ്യത ഉള്ളത് കൃണാൽ പാണ്ഡ്യയാണ് പിന്നെ ഒരു ലെഫ്റ്റ് ഹാൻഡർ ഉള്ളത്. അപ്പം അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ നമ്മൾ 4ാമതായിട്ട് പ്രിഫർ ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് അങ്ങോട്ടും ഇങ്ങോട്ട് മാറാനൊക്കെ സാധ്യതയുണ്ട്. എങ്കിൽ പോലും ഇനി അല്ലെങ്കിൽ അവർക്കൊരു ചാൻസ് ഉള്ളത് ടിം ഡേവിഡിനെ മാറ്റിയിട്ട് അവിടെ ജേക്കബ് ബദലിനെ ആഡ് ചെയ്യുക എന്നുള്ളതാണ്. ജേക്കബ് ബദൽ ഒരു ലെഫ്റ്റ് ഹാൻഡ് ബാറ്ററാണ്. പക്ഷെ ടിം ഡേവിഡ് ഉള്ളപ്പോൾ ജേക്കബ് ബദലിനെ ആഡ് ചെയ്യുമോ എന്നുള്ളത് കാര്യം സംശയമാണ്. ഇപ്പോഴും ഒരു ഫസ്റ്റ് പ്രയോറിറ്റി ഉള്ളത് ടിം ഡേവിഡിന് തന്നെ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ലെഫ്റ്റ് ഹാൻഡ് ബാറ്റേഴ്സ് വളരെ കുറവാണ്. അത് നല്ല രീതിയിൽ ഒരു പ്രഷർ അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാക്കും RCBയുടെ ഇതില്. അതുപോലെ തന്നെ വിശ്വസിക്കാൻ പറ്റിയ ഒരു ബാറ്റർ വിരാട് കോഹ്ലി കഴിഞ്ഞിട്ട് വേറെ അവിടെ ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എനിക്ക് അറിഞ്ഞൂടാ. ഫിൽ സാൾട്ട്, വിരാട് കോഹ്ലി രണ്ടുപേരെ എടുത്തു കഴിഞ്ഞാൽ വിരാട് കോഹ്ലി ഈ ഓപ്പണിംഗിൽ ഒരാൾ കളിക്കും എന്നുള്ളതിൽ വിരാട് കോഹ്ലി കളിക്കും നമുക്ക് പ്രതീക്ഷിക്കാം. ഫിൽ സാൾട്ടിന്റെ കാര്യം കളിച്ചു അറ്റാക്കിംഗ് അഗ്രഷൻ ഉള്ളൊരു പ്ലെയർ തന്നെയാണ്.
പക്ഷെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. രജിത് പട്ടിദാർ, കൃണാൽ പാണ്ഡ്യ ഇവരിൽ ഒരാളും കളിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷൻ ആണ്. കളിക്കുമോ എന്നൊരു സംശയം നമുക്ക് ഉണ്ടാവും. അതുപോലെ തന്നെ ജിതേഷ് ശർമ്മയും ലിവിങ്സ്റ്റണും ഉറപ്പില്ലാത്ത ആൾക്കാരെ തന്നെയാണ്. കളിച്ചാൽ കളിച്ചു എന്ന് പറയാം. അതുപോലെ തന്നെ ടിം ഡേവിഡ്, സ്വപ്നിൽ സിംഗ് ഇവരെയും ടിം ഡേവിഡിനെയൊക്കെ ഒട്ടും വിശ്വസിക്കാൻ പറ്റില്ല. ഏതെങ്കിലും മത്സരം കളിച്ചാൽ കളിച്ചു എന്നുള്ളതാണ് നിലവിലെ അവരുടെയൊക്കെ സിറ്റുവേഷൻ. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോഴും ഇനിയിപ്പോ നമുക്ക് വേണമെങ്കിൽ അതേ രീതിയിൽ തന്നെ നമുക്ക് കൊൽക്കത്ത വെച്ച് നമുക്ക് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. അങ്ങനെ വരുമ്പോഴത്തേനും ഇവിടെ ഓപ്പണിംഗ് ആയിട്ട് ക്വിന്റൺ ഡോക്കും സുനിൽ നരേനും ഓപ്പണിംഗ് ലാൻഡിൽ ഒരാൾ കളിക്കും എന്നുള്ളൊരു ഉറപ്പ് നമുക്ക് ഏകദേശം കിട്ടുന്നുണ്ട്. അജിങ്ക്യ രഹാനെ, വെങ്കടേഷ് അയ്യർ ഇതിലും ഒരാൾ കളിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു ഉറപ്പ് നമുക്ക് കിട്ടുന്നുണ്ട്. റിങ്കു സിംഗും ആൻഡ്രൂ റസലും ഫിനിഷിങ്ങിൽ അവരിൽ ഒരാൾ കയറി തിമിർക്കുമെന്ന് നമുക്ക് ഏകദേശം അറിയാം. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ പിന്നെ ഈ പറയുന്ന പോലെ രമൺദീപ് സിംഗും അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ രഘുവൻഷിയും ഉണ്ട്. ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് അദ്ദേഹമായിരിക്കും ഉണ്ടാകുന്നത്. അപ്പൊ ഇവരിലെ വലിയ രമൺദീപ് സിംഗോ രഘുവൻഷി നല്ല ബ്രില്യന്റ് ബാറ്ററാണ്. അപ്പൊ അദ്ദേഹം കളിക്കും നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷെ പോട്ടെ, നമ്മൾ വെട്ടിപ്പോയി കളഞ്ഞിരിക്കുന്നു. അപ്പൊ ഇത് ഇത്രയും വെച്ച് നോക്കുമ്പോഴാണെങ്കിൽ തന്നെയും ഈ പറയുന്ന പോലെ ബാറ്റിങ്ങില് ഈ പറയുന്ന അത്രയും നമുക്ക് വിശ്വസിക്കാൻ ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ളൊരു ബാറ്റർ ഇല്ല എന്നുള്ളതാണ് ആർസിബിയുടെ കാര്യത്തിൽ മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നം. പക്ഷെ കളിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, എല്ലാവരും കളിച്ചു കഴിഞ്ഞാൽ തീ ആയിരിക്കും, പവർ ആയിരിക്കും, അതിനകത്ത് വേറെ സംശയമില്ല. പക്ഷെ ആ കളി കഴിച്ചാൽ രണ്ടാമത്തെ കളിയിൽ അവർ വീണ്ടും കളിക്കുമോ എന്നുള്ള കാര്യം സംശയമാണ്. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ പിന്നീടുള്ള ഈ പ്രശ്നം, ആർസിബിയുടെ മെയിൻ പ്രശ്നം സ്പിന്നറിന്റെ ഒരു എന്താ പറയുന്ന ഒരു പ്രശ്നം തന്നെയാണ്. ഇവിടെ നമുക്ക് നോക്കുക, ചക്രവർത്തിയും സുനിൽ നരയനും ഇവിടെ നമുക്ക് നല്ലൊരു സ്പിന്നർ ആയിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു പേസിംഗ് നിരയും ഇവർക്കുണ്ട്. പക്ഷേ ആർസിബിയുടെ കാര്യത്തിലോട്ട് വരുമ്പോഴത്തേനും കൃണാൽ പാണ്ഡ്യയും അതുപോലെ തന്നെ സുയാ ശർമ്മയാണ്. അപ്പം നമ്മുടെ പ്ലേയിങ് ഇലവൻ വെച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത്. അപ്പം സുയാ ശർമ്മയാണ്. അപ്പം അതിൽ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളൊരു സ്പിൻ അറ്റാക്ക് കാണുന്നത് ഈ പറയുന്ന പോലെ കൊൽക്കത്തയുടെയാണ്. അപ്പം ഇതെല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ തന്നെ ആർസിബി തോൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ രണ്ട് ടീമുകൾ തമ്മിലും. അപ്പൊ എന്തായാലും വിൻ പ്രഡിക്ഷനിൽ ഞാൻ തീർച്ചയായിട്ടും കൊൽക്കത്തയുടെ കൂടെ നിൽക്കുന്നു. കൊൽക്കത്ത ജയിക്കും എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. എന്തായാലും നമുക്ക് ആ മത്സരത്തിന് ശേഷം നമ്മൾ എന്തായാലും അതിന്റെ ഒരു മികച്ച റിവ്യൂ ആയിട്ട് നമ്മൾ വീണ്ടും കാണുന്നതായിരിക്കും.